ജനാധിപത്യം കൊല ചെയ്യപ്പെടുന്നത് കണ്ട് നിങ്ങൾക്കെങ്ങനെ ചിരിക്കാനാകുന്നു? രാഹുലിൻ്റെ ആ ചോദ്യത്തിന് മുന്നിൽ ഒരു നിമിഷം ഹാൾ മൂകരായി. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 7-ന് രാജ്യത്തെ ഞെട്ടിച്ച ഓരോ ഇന്ത്യക്കാരനെയും സ്തബ്ധനാക്കാൻ പോന്ന ഒരു വലിയ സത്യം രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തുകയായിരുന്നു. അതിനിടയിലാണ് രസകരവും എന്നാൽ അതിതീവ്ര ഗൗരവമുള്ളതുമായ ആ കാര്യം രാഹുൽ ഗാന്ധി പറഞ്ഞത്. പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റ് 36 സെക്കൻഡിൽ 2 വോട്ടർമാരെ ഡിലീറ്റ് ചെയ്ത് വീണ്ടും കിടന്നുറങ്ങി എന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ ലക്ഷ്യം വെച്ചുള്ള രാഹുലിൻ്റെ ആ പരാമർശം ആ ഹാളിൽ ആദ്യം ചിരി പടർത്തിയപ്പോഴാണ് രാഹുൽ അവരോട് ചോദിച്ചത്, നമ്മുടെ ഇന്ത്യയിൽ ജനാധിപത്യം കൊല ചെയ്യപ്പെടുന്നത് കണ്ട് നിങ്ങൾക്ക് എങ്ങനെ ചിരിക്കാനാകുന്നു എന്ന്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജനാധിപത്യത്തിൻ്റെ കാവൽക്കാരനായ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ജ്ഞാനേഷ് കുമാറും ചേർന്ന് BJP അധികാരത്തിലേറ്റാനും അധികാരത്തിൽ നിലനിർത്താനും നടത്തിയ വോട്ടർ പട്ടിക കൃത്രിമം, അത് വളരെ വ്യക്തമായും സ്പഷ്ടമായും രാഹുൽ ഗാന്ധി ആ ഹാളിൽ തിങ്ങിക്കൂടിയ മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ ഒരു പ്രബന്ധം അവതരിപ്പിക്കുന്നത് പോലെ വള്ളി പുള്ളി തെറ്റാതെ തെളിവുകൾ നിരത്തി അവതരിപ്പിച്ചു. ആ അവതരണത്തിൽ തലമുതിർന്ന ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിക്കുകയായിരുന്നു. ഇന്ന് രാജ്യം നേരിടുന്ന വലിയ വെല്ലുവിളി നരേന്ദ്രമോദിയെയും BJPയുമാണെന്ന സത്യം രാഹുൽ ഗാന്ധി തെളിവോടുകൂടി രാജ്യത്തിന് മുന്നിൽ വെളിവാക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു, തീർന്നിട്ടില്ല, ഞാൻ ഇനിയും ഒരു വലിയ ബോംബുമായി നിങ്ങൾക്ക് മുന്നിൽ വരും എന്ന്. വന്നു. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 18-ന്, അതായത് നരേന്ദ്രമോദിയുടെ പിറന്നാൾ പിറ്റേന്ന്, രാഹുൽ ഗാന്ധി മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ വർത്തമാന ഇന്ത്യയുടെ ഏറ്റവും മികച്ച രാഷ്ട്രീയ വിദ്യാഭ്യാസ പരിശീലകനായി മാറുകയായിരുന്നു. അക്കമിട്ട് അടിവരയിട്ട് സൂക്ഷ്മവും ലളിതവുമായ ഭാഷയിലാണ് അദ്ദേഹം മോദി നടത്തിയ വോട്ടുകൊള്ള വിശദീകരിച്ചത്. ഇതുകൊണ്ടും അവസാനിച്ചിട്ടില്ല എന്നാണ് രാഹുൽ ഗാന്ധി പിന്നീട് സൂചിപ്പിച്ചത്. ഒരു പ്ലൂട്ടോണിയം ബോംബിൻ്റെ സ്ഫോടനത്തിനായി നിങ്ങൾ കാത്തിരിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ അത് രാജ്യം രാഹുൽ ഗാന്ധിയിലേക്ക് ഉറ്റുനോക്കുന്ന ഒരു മർമ്മപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ പുറത്തു വന്ന വോട്ട് കൊള്ളയുടെ വിശദാംശങ്ങളിൽ രാജ്യം ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്. ഇനി എന്താണ് രാഹുലിൻ്റെ സ്ഫോടനാത്മകമായ ആ പ്ലൂട്ടോണിയം ബോംബ്? 2 വാർത്താ സമ്മേളനങ്ങളുമായി രാഹുൽ ഗാന്ധി പുറത്തുവിട്ട തെളിവുകളിൽ ആകെ പരവശനാകുന്ന മോദിയെയും ജ്ഞാനേഷ് കുമാറിനെയും നമുക്ക് കാണാം. നിൽക്കക്കള്ളിയില്ലാതെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കളം മാറ്റിച്ചവിട്ടിയതും നമ്മൾ കണ്ടു. വോട്ടുകൾ വെട്ടിമാറ്റാൻ ശ്രമം നടന്നിട്ടുണ്ടാകാം എന്നൊഴുക്കൻ മട്ടിൽ പറഞ്ഞ് തലയൂരാൻ വൃഥാശ്രമം നടത്തിയപ്പോൾ അത് പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കഴിവ് കേട് സ്വയം വെളിവാക്കി സ്വയം പരിഹാസനാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് നമുക്ക് മുമ്പിൽ വെളിവാക്കി തരുന്നത്. രാഹുൽ ഗാന്ധി വോട്ട് ചോരി ചൂണ്ടിക്കാട്ടി നിരത്തിയ കാര്യങ്ങൾ നിഷേധിച്ച കമ്മീഷൻ ഇപ്പോഴിതാ സ്വയം ചോദിച്ചു വാങ്ങിയ ഇളിമ്പതിയിൽ നിന്നും രക്ഷപ്പെടാൻ പുതിയ നിബന്ധനകൾ കൊണ്ടുവന്നിരിക്കുകയാണ്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തിരുത്തലുകൾ വരുത്താനും ഇനി മുതൽ ആധാർ ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ നൽകണമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ എങ്ങനെയായിരുന്നു എന്ന ചോദ്യവും രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട സംശയവും ഒന്നിച്ച് ചേരുന്നുണ്ട്. വോട്ടർ ID നമ്പറും ഏതെങ്കിലും ഫോൺ നമ്പറും നൽകിയാൽ അപേക്ഷകർ അംഗീകരിക്കുന്ന രീതിയാണ് മുൻപുണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധി കോൺഗ്രസ് മണ്ഡലങ്ങളുടെ വോട്ടർമാരുടെ വോട്ട് അവർ അറിയാതെ നീക്കം ചെയ്തു എന്ന് പറഞ്ഞത് സാധൂകരിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത്. വോട്ട് ചോരി വിവാദത്തിന് പിന്നാലെ അടിമുടി രഹസ്യാത്മകത സൂക്ഷിക്കുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവരങ്ങൾ കൈമാറാതെ ഒളിച്ചുകളി നടത്തുന്നത് സംശയത്തിന് ഇട നൽകിയിരുന്നു. പുത്തൻ പരിഷ്കാരങ്ങളും പുതിയ നിബന്ധനകളും കൊണ്ടുവന്നത് രാഹുൽ ഗാന്ധിയെ ഇപ്പോൾ പേടിച്ചിട്ട് തന്നെയാണ്. മൂന്നാമതായി പ്ലൂട്ടോണിയം ബോംബായിരിക്കും പൊട്ടുക എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നല്ലോ. അത് എന്തായിരിക്കുമെന്ന ഊഹാപോഹം പോലും ഇല്ലാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആകെ അങ്കലാപ്പിലായിരിക്കുകയാണ്. മോദിയുടെ നിർദ്ദേശപ്രകാരം താൻ ഇടപെട്ട വോട്ട് തട്ടിപ്പ് പുറത്തു വന്നാൽ അതിൻ്റെ ഉള്ളുകളികൾ തീർച്ചയായും രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും എന്ന് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ഈ പുതിയ നീക്കം. ബീഹാർ SIR കോടതിയിലടക്കം വിവാദമായതോടെ പാൻ ഇന്ത്യ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിന് മുൻപ് കൂടിയാലോചന നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പദ്ധതി ഇട്ടിരിക്കുകയാണ്. ബീഹാറിൽ SIR നടപ്പിലാക്കുമ്പോൾ മറ്റ് പാർട്ടികളെ ഒക്കെ മാറ്റി നിർത്തി മോദിയോട് മാത്രം ചർച്ച ചെയ്ത് ധൃതിയിൽ അത് നടപ്പിലാക്കിയതിന് പിന്നാലെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ തലപൊക്കിയിരുന്നു.
ബീഹാറിൽ നടന്നത് ഇനി രാജ്യത്ത് ഒരിടത്തും ആവർത്തിക്കപ്പെടാതിരിക്കാൻ 4 സ്ഥലത്തു നിന്നും ബന്ദവസ്ഥാക്കി ആക്രമിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. അതിൽ പെട്ടുപോയ മോദിയും ഗാനേഷ് കുമാറും അവസാനം രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ മുട്ടുമടക്കി രാജ്യത്ത് കേന്ദ്രഭരണത്തിനും മോദിയുടെ അഴിമതിക്കും കാട്ടുകൊള്ളയ്ക്കുമെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് രാജ്യത്തെ പൊതിഞ്ഞു പിടിക്കുമ്പോൾ അത് 146 കോടി ജനത്തിന് 90% ആളുകൾക്കും സുരക്ഷിത കവചം തീർക്കുന്നതാണെന്ന് തിരിച്ചറിയുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.